ഇക്കൊല്ലം നമ്മൾ എങ്ങോട്ടാണ് വിനോദയാത്ര പോകുന്നത് എന്നറിയാമോ? ഇല്ല സാർ. കുളു. കറക്റ്റ്. ഇത്തവണ കുളു മണാലിയിലേക്കാണ് യാത്ര. എന്നാലും ഡുണ്ടു ഇതെങ്ങനെ നേരത്തെ അറിഞ്ഞു? മിടുക്കൻ. ഞാൻ അറിഞ്ഞില്ല. ഒരു ക്ലൂ തരാമോ എന്നാ ചോദിച്ചത്. ഡുണ്ടു എന്താ 4-5 ദിവസം ക്ലാസ്സിൽ വരാതിരുന്നത്? പക്ഷിപ്പനിയായിരുന്നു സാർ. നുണ പറയല്ലേ. പക്ഷിപ്പനി സാധാരണ പക്ഷികൾക്കല്ലേ വരുന്നത്? അത് പിന്നെ പക്ഷികളല്ലേ സാധാരണ മുട്ട തരുന്നത്? അതെ, അതിന്. പക്ഷേ പരീക്ഷയിൽ സാറും മുട്ട തരുന്നുണ്ടല്ലോ. ചില പുസ്തകങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കും. ഉദാഹരണത്തിന് ചില ആത്മകഥകൾ വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. ഡുണ്ടു, നീ ഏതെങ്കിലും പുസ്തകം വായിച്ച് കരഞ്ഞിട്ടുണ്ടോ? ഉണ്ട് സാർ. ഏതാ? മാത്തമാറ്റിക്സും ഫിസിക്സും. ഡുണ്ടു, നീ ഇന്നലെ നടന്ന സ്പോർട്സിന് പേര് കൊടുത്തിരുന്നോ? ഉവ്വ് സാർ, ലോങ് ജമ്പിന്. എന്നിട്ടെന്താ പങ്കെടുക്കാതെ മാറിക്കളഞ്ഞത്? അച്ഛൻ പറഞ്ഞിരുന്നു എന്തും നല്ലപോലെ ആലോചിച്ചിട്ടേ ചെയ്യാവൂ എന്ന്. ആലോചിച്ചിട്ടല്ലേ പേര് കൊടുത്തത്? അതെ സാർ. പിന്നെന്താ പ്രശ്നം? ഇന്നലെ അച്ഛൻ പറഞ്ഞു എടുത്തു ചാടിയൊന്നും ചെയ്യരുതെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? പപ്പു പറയൂ. തിമിംഗലം സാർ. തിമിംഗലം എന്ന് പറഞ്ഞാൽ പോരാ, നീലത്തിമിംഗലം എന്ന് പറയണം. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാ? ഡുണ്ടു പറയൂ. ആന. സോറി, കറുത്ത ആന. സാറ് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഓഹോ. സംശയമൊക്കെ സാർ എത്ര ഈസി ആയിട്ടാണ് തീർത്തു തരുന്നത്. സാറിന്റെ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റിയത് ഭാഗ്യമാണ്. എന്തിനെന്നെ ഇപ്പൊ ഇങ്ങനെ പൊക്കി പറയണത്? നേരത്തെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം മണി അടിച്ചാലേ വീടൂ എന്ന് സാറ് പറഞ്ഞത് കൊണ്ടാ. ശലഭങ്ങൾ ചെടികളുടെ പൂക്കളിൽ തേൻ കുടിക്കുമ്പോൾ പരാഗണം നടക്കും. അങ്ങനെ ചെടികൾ കായ്ക്കും, കായ്കൾ പിന്നെ പഴമാവും. ഡുണ്ടു, പഴമുണ്ടാകുന്നത് എങ്ങനെയാണ്? പുതിയ മുണ്ട് കുറെ കാലം കഴിയുമ്പോൾ പഴമുണ്ടാകും.